ഇന്നത്തെ വചന ധ്യാന ചിന്തയ്ക്കായി അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 27-ാം അധ്യായം അതിൽ 23-24 വാക്യം. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവരുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന് പൗലോസേ, ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു, നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നതിനൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ അനുഗ്രഹീതമായ നാമം ഇന്ന് രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. CMI മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ ആരാധനയുടെ 1-ാമത്തെ ദിവസം നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സർവശക്തനും സർവകൃപാലുമായ ദൈവം എനിക്ക് നൽകി തന്ന നല്ല അവസരങ്ങളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. സകല മാനവും മഹത്വവും പുകഴ്ചയും ആരാധനയും സ്തുതിയും എൻ്റെ കർത്താവിൻ്റെ പാതാരബന്ധത്തിൻ്റെ ആത്മാർത്ഥതയോടെ ഞാൻ സമർപ്പിക്കുകയാണ്. വിശേഷാൽ GMI മിനിസ്ട്രിയുടെ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിൻ്റെ അനുഗ്രഹീത പരിശുദ്ധമായ എൻ്റെ പ്രിയപ്പെട്ട ആത്മസുഹൃത്ത് കർത്താദാസൻ പാസ്റ്റർ ഷേണായി അവരുടെ കുടുംബം, ഒപ്പം വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന കർത്താവിൽ അനുഗ്രഹീതനും അഭിഷക്തനുമായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ കർത്താദാസൻ പാസ്റ്റർ സന്തോഷ് കുമരകം അവരുകൾ, വിശേഷാൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ കർത്താവിൻദാസൻ പാസ്റ്റർ സത്യകുമാർ അവരുകൾ, വിശേഷാൽ വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ MD ജോസഫ് അവരുകൾ, സന്നിഹിതരായിരിക്കുന്ന എല്ലാ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്കും ലോകരക്ഷകരും ഏകരക്ഷകരുമായ ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഈ രാത്രിയിൽ അറിയിക്കുകയാണ്. വിശേഷാൽ അനുഗ്രഹിക്കപ്പെട്ട ഗായകർ, സഹോദരന്മാർ, സഹോദരി എല്ലാവർക്കും, ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദേവദാസന്മാർക്കും ക്രിസ്തുവിലെല്ലാ സ്നേഹവന്ദനത്തെ ഞാൻ ഇത്തരണത്തിൽ അറിയിക്കുന്നു. സ്തോത്രം. കർത്താവ് നമുക്ക് കാലാവസ്ഥ അനുകൂലമല്ല എങ്കിലും ഇത്രത്തോളം കർത്താവ് നമ്മെ വഴി നടത്താൻ ഇടയായതിനെ ഓർത്ത് ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്. എൻ്റെ വളരെ ആത്മമിത്രമാണ്. ഏറിയ വർഷങ്ങൾ നല്ല തലക്കവും പഴക്കവുമുള്ള അനുഗ്രഹിക്കപ്പെട്ട ദേവദാസനാണ് കർത്താദാസൻ പാസ്റ്റർ ഷേണായി അവരുകൾ. അദ്ദേഹത്തിൻ്റെ കുറച്ച് കൂടുതലൊന്നും ഞാൻ ഇവിടെ പറയേണ്ട കാര്യമില്ല. വിശേഷാൽ ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടിയും ദൈവരാജ്യത്തിൻ്റെ വ്യാപനത്തിന് വേണ്ടിയും ദൈവരാജ്യത്തിൻ്റെ സ്തോത്രം പ്രയോജനത്തിന് വേണ്ടി കർത്താവിൻദാസൻ ആവോളം അധ്വാനിക്കുന്നുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ ലൈറ്റ് കെട്ടുന്നു, ഇതൊക്കെ എനിക്ക് ഒത്തിരിയല്ല, ഇതിനു മുമ്പൊക്കെ ഒത്തിരി നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും കർത്താവ് ഉത്തരം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. GMIയുടെ പിന്നിൽ വളരെ അധ്വാനമുണ്ട്. ഒരുപാട് ദേവദാസന്മാർ ഇവിടെ ഇരിക്കുന്നവർ, കടന്നു വന്നവരൊക്കെ വളരെ അധ്വാനം ചെയ്യുന്നുണ്ട്. ഈ മിനിസ്ട്രി കർത്താവ് ശക്തമായി കാലഘട്ടത്തിൽ ഉപയോഗിക്കട്ടെ, ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി ശക്തമായി ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സമയം ഒരുപാട് മുമ്പോട്ട് കടന്നു പോയതുകൊണ്ട് എനിക്ക് പറഞ്ഞ സമയത്തിന് അകത്ത് തന്നെ ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തന പ്രബോധനം 112-ാം സങ്കീർത്തനത്തിൽ നിന്ന് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ സന്തോഷ് കുമരം അവരുകൾ ശക്തമായി ദേശത്തോടും നമ്മോടും സംസാരിക്കാനിടയായി. കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുക ആരാണ് ഭാഗ്യവാന്മാരായിത്തീരുന്നത് എന്നുള്ളതിനെ കുറിച്ച് ആധികാരികമായ നല്ല ചിന്തകൾ നമ്മൾ കേട്ടു അനുഗ്രഹം പ്രാപിക്കാനിടയായി. ദാസനെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദപരിധിയിലും ശബ്ദസീമയിലും ശ്രമിക്കുന്ന എല്ലാ നല്ലവരായ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ദേശനിവാസികൾക്കും ഒക്കെ ഒരിക്കൽ കൂടി ക്രിസ്തുവിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് ഇവിടെ ഈ ആരാധന ഇവിടെ കർത്താവിൻദാസൻ പാസ്റ്റർ സന്തോഷ് അവരുകളുടെ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഈ ആരാധന യാഗപീഠത്തിൽ ദൈവത്തിന് ദൂതന്മാർ ഇറങ്ങിയിട്ടുണ്ട്. കരം ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കണം. ഇവിടെ നമ്മൾ ഒറ്റയ്ക്കല്ല, സ്വർഗാതിസ്വർഗവും ദൈവത്തിന്റെ ദൂതന്മാരും ഇതിനകത്തുണ്ട്, അത് വ്യാപരിക്കുന്നുണ്ട്. ഇനിയുള്ള ഞായറാഴ്ചകളിലൊക്കെ ഈ ദേശത്തൊക്കെ ദൂതന്മാർ ഇറങ്ങും, അനേകം വിടുതലുകൾ സംഭവിക്കും. അതിന് യാതൊരു മാറ്റവുമില്ല. പ്രിയപ്പെട്ട ശബ്ദപരിധി ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവര് ഞാൻ ഉച്ചോത്സരം പ്രഖ്യാപിക്കുന്നു. സ്തോത്രം. അടുത്ത ഞായറാഴ്ച മുതൽ 6 മണി തൊട്ട് 8 മണി വരെ ഇവരെ കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിലും ഒരു ആരാധന നടക്കും. ഹല്ലേലൂയ. വിടുതൽ സംഭവിക്കും. ഇതിനകത്ത് അനേക ആത്മാക്കൾ കടന്നു വരും, അനേക അഭിഷക്തന്മാർ ശുശ്രൂഷിക്കും.
അതിദേശത്തിന് വിടുതല. ഹല്ലേലൂയ. ദേശത്തുള്ളവരോട് ഒരിക്കൽ കൂടി ഞാൻ പ്രഖ്യാപിച്ചു ആമുഖമായിട്ട്, സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ ഭാരപ്പെടുന്ന കുടുംബങ്ങളും സഹോദരന്മാരും സഹോദരങ്ങളും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ പ്രാർത്ഥനാലയത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷം പകർന്നു തരാം. ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വിടുതൽ പകർന്നു തരാം. ഞങ്ങൾ ഈ ആരാധനാലയത്തിലേക്ക് നിങ്ങളെ സദയം സ്വാഗതം ചെയ്യുകയാണ്. ഹല്ലേലൂയ. എത്ര സന്തോഷമുണ്ട്. അതുകൊണ്ട് ഇവിടെ ദൂതന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഇനി വായിച്ച വാക്യത്തിലേക്ക് വേഗം കടന്നു വന്ന് ഞാൻ വിളിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വായിച്ച വാക്യം എല്ലാവർക്കും അറിയാം. അപ്പോസ്തല പ്രവർത്തന പുസ്തകം 27-ാം അധ്യായമാണ്. അല്പസമയത്തെ ചിന്തകൾക്കായിട്ട് എടുക്കാൻ ചിന്തിച്ചത്. വായിച്ച വാക്യം ഒരിക്കൽ കൂടി പറയുന്നു. 23-ാം വാക്യവും 24-ാം വാക്യവും. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായി ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന്, പൗലോസേ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. ഈ വാക്യത്തിന്റെ തുടക്കം എൻ്റെ ഉടയവനും. അടുത്ത വാക്യം, ഞാൻ സേവിച്ചു വരുന്ന ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. എത്ര പേർക്ക് സന്തോഷമുണ്ട്. വാക്യത്തിന്റെ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. ഈ വാക്യം, ഈ പ്രസംഗം പൗലോസ് പ്രസംഗിക്കുന്നത് ക്രൈസ്തവർ അദ്രിയ കടൽപ്പുറത്ത് വെച്ചൊരു കപ്പലിനകത്ത് നിന്നുകൊണ്ടാണ്. അദ്രിമുത്തി എന്ന് പറയുന്ന കപ്പലിനകത്ത് നിന്നുകൊണ്ടാണ് പൗലോസ് ഇത് പ്രസംഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓഡിയൻസ് എത്ര പേരുണ്ട്? 276 പേരുണ്ട്. ഒരാളോടോ രണ്ടാളോടോ 4, 3, 7 പേരോടോ ഒന്നുമല്ല പൗലോസ് പ്രസംഗിച്ചത്. പൗലോസ് പ്രസംഗിച്ചത് കപ്പൽ തകർച്ചയുടെ മുമ്പിൽ ഇനി ഒരു ജീവിതമില്ല, എല്ലാവരും മരിച്ചു പോകും, ഇനി എനിക്കൊരു മുന്നേറ്റമില്ല എന്നൊക്കെ മറ്റുള്ളവർ ചിന്തിച്ചപ്പോൾ അവിടെ ചങ്കുറപ്പോടെ നിന്നുകൊണ്ട് ഒരു ദേവദാസൻ സാധുവായി ഉപദേശി ഉറക്കെ പ്രഖ്യാപനം ചെയ്തു പറയാ, എൻ്റെ ഉടയവനായ കർത്താവ് എന്നോട് പറഞ്ഞു, നിങ്ങളൊക്കെ എനിക്ക് ദാനമായി തന്നിരിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളുണ്ടല്ലേ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസമുണ്ട്. ക്രൈസ്തവർ, ഞാൻ ഉറക്കെ പറയട്ടെ, ഒരു ആരാധനാലയം നടത്തണമെങ്കിൽ അതിന് പിന്നിൽ ഒത്തിരി കഷ്ടപ്പാടുണ്ട്. ഇവിടെ ഇപ്പൊ ആള് കുറവായിരിക്കാം, പക്ഷെ ഇതിന്റെ പിന്നിലെ കഷ്ടപ്പാട് ഭയങ്കരമാണ്. സ്തോത്രം. എല്ലാവരും ഒരുമിച്ച് കഷ്ടപ്പെട്ട് ഞാൻ വന്നപ്പോൾ ഞാനിത് കണ്ട് വളരെ അതിശയത്തോടെ നോക്കി നിന്നേ. 1000 പേരുടെ മീറ്റിംഗ് സംഘടിപ്പിക്കുന്ന അതേ കഷ്ടപ്പാടാണ് ഈ ചെറിയ മീറ്റിംഗിൽ. പക്ഷേ ഇവിടെ ഉടയവൻ ഇറങ്ങിയിട്ടുണ്ട്. ദേവദാസന്മാർ ഈ 27-ാം അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന ഹെഡിങ് എന്ന് പറയുന്നത് കൊടുങ്കാറ്റിൽ പ്രോത്സാഹനത്തിന് ദർശനമാണ്. ഒരു കൊടുങ്കാറ്റിനകത്ത് ലോകം മുഴുവൻ തകരുമെന്ന് പറഞ്ഞപ്പോൾ തകരാതെ പുറത്തു കൊണ്ടുവന്നതാണ് 27-ാം അധ്യായം. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധിയുണ്ട്. നമ്മുടെ ശുശ്രൂഷകൾക്കകത്ത്, നമ്മുടെ ആത്മീക മേഖലയ്ക്കകത്ത്, നമ്മുടെ ഉപജീവനമായ ഭൗതിക മേഖലയ്ക്കകത്ത് ചില ഇടങ്ങളിലൊക്കെ തകർച്ച ഉണ്ടായിട്ടില്ലേ? ഇന്ന് രാത്രി ഞാൻ പറയാം, ആ തകർച്ച നിന്നെ തകർത്ത് കളയാൻ വേണ്ടിയല്ല, പണിതെടുക്കാൻ വേണ്ടിയാ. ചില ഇടങ്ങളിലൊക്കെ നമുക്കൊരു ഉയർച്ചയില്ലല്ലോ, ചില ഇടങ്ങളിലൊക്കെ നമുക്ക് താഴ്ച മാത്രമേ ഭാരപ്പെടേണ്ടത്. ഇന്ന് രാത്രി ഞാൻ പറയുക, കൊടുങ്കാറ്റടിക്കുന്നത് നിന്നെ തകർത്ത് കളയാൻ വേണ്ടി അല്ല സുഹൃത്തെ. കൊടുങ്കാറ്റടിച്ചത് കപ്പൽ ഉടഞ്ഞു കളയാൻ വേണ്ടി അല്ല പ്രിയപ്പെട്ടവരെ. കൊടുങ്കാറ്റടിച്ചത് ശരിക്കും പണിതെടുക്കാൻ വേണ്ടിയാ. എത്ര പേർക്ക് അത് ആത്മാക്കൾ പറയാൻ പറ്റും? കാരണം അടിച്ച് കർത്താവിന് പകർന്നവർക്ക് ഈ രാത്രിയിൽ മങ്ങിപ്പോയ ശുശ്രൂഷകൾ, മങ്ങിപ്പോയ ചിലരൊക്കെ നേടിയെടുക്കാൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ശാലമൂലം കാറ്റടിച്ചാലും തകർത്താലും ചില നന്മകൾ ഇനി പണിതമുണ്ടാകുന്നു. ഓ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആധാരങ്ങളെ തുറന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഈ രാത്രിയിൽ മഹത്വം കൊടുക്കേണ്ട രാത്രിയാ. ഈ ദേശത്ത് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കണേ. അന്യാരാധനയുടെ കെട്ടുകൾ പൊട്ടിമാറട്ടെ. ഓ ഈ യേശുവിന്റെ അധികാരമുള്ള ഈ കപ്പലിൽ ഈ
276 പേരുടെ സംഘം യാത്ര ചെയ്ത് മുന്നോട്ട് പോവുക. മുന്നോട്ട് പോകുമ്പോഴാണ് ഈശാനമൂലം കാറ്റടിച്ചത്. പൗലോസ് ഒഴികെയുള്ള മറ്റുള്ള എല്ലാവരും പറഞ്ഞു, ഈ കപ്പല് തകർന്നു പോകുമെന്ന്. പ്രിയപ്പെട്ട സുഹൃത്തേ, ഇത് തകരുന്ന കപ്പലല്ല, ഇത് തകരുന്ന പെട്ടകമല്ല. ലോകം പ്രഖ്യാപിച്ചാലും ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇതിന്റെ പിന്നിൽ ചൂടുചോര ഒഴുക്കി എന്നെ നേടിയ നസ്രയനായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് ഇത് തകരാത്തത്. ഇത് പണം കണ്ട് ഞങ്ങൾ ഇതിലേക്ക് ഓടിക്കയറിയതല്ലെന്ന, കപ്പയും മീനും കണ്ടിട്ട് ഓടിക്കയറിയതല്ല, പട്ടിണി മാറ്റാൻ ഓടിക്കയറിയതല്ല ഈ പെട്ടകത്തിൽ. ഹല്ലേലൂയ. പെടപെടക്കുന്ന നോട്ട് തന്നിട്ട് ഞങ്ങളെ ഇതിനകത്ത് ചേർത്തതല്ല. സ്തോത്രം. മരണത്തിനപ്പുറത്ത് ഒരു മരണാനന്തര ജീവിതമുണ്ടെന്നും അതിന്റെ നിത്യതയിലേക്ക് ഞങ്ങൾക്ക് അവകാശമുണ്ടെന്ന് മനസ്സിലാക്കി ഇതിനകത്ത് ഞങ്ങൾ വന്നത്. അതുകൊണ്ട് ഈ പ്രധാനം തകർത്തില്ല, സുവിശേഷം അവസാനിക്കത്തില്ല. ആമേൻ പറ. ഹല്ലേലൂയ, സ്തോത്രം. ഈശാനമൂലം കാറ്റടിച്ചു. എല്ലാവരും ചിന്തിച്ചു ഇത് തകർന്നു പോകുമെന്ന്, പൗലോസ് അവിടെ തീരുമെന്ന്. പക്ഷെ ഒരിക്കലും അല്ല സുഹൃത്തി. സ്തോത്രം. ആ കാറ്റിനെയൊക്കെ അതിജീവിച്ചു, ഈ കൊടുങ്കാറ്റിനെയൊക്കെ അതിജീവിച്ചു. മുന്നോട്ട് പിന്നെയും യാത്രയുണ്ട്. പിന്നെയും ആ കപ്പൽ യാത്ര തുടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ മുൻപോട്ട് പിന്നെയും ഈ കപ്പൽ ഓടിപ്പോയി. എൻ്റെ 18 വാക്യത്തിൽ കാണുന്നു, ഞങ്ങൾ കൊടുങ്കാറ്റിൽ അത്യന്തം മലയുക കൊണ്ട് പിറ്റേന്നവൻ ചരക്ക് പുറത്തു കളഞ്ഞു. ചിലതൊക്കെ പുറത്ത് കളയാൻ തയ്യാറാകണം. നിന്റെ യാത്രയിൽ ആവശ്യമില്ലാത്ത ചില ഭാരമൊക്കെ നമ്മൾ ചുമന്നു നടക്കുക, ആവശ്യമില്ലാത്ത ചില ടെൻഷനുകളൊക്കെ നമുക്കുണ്ട്. ഇന്ന് ആത്മാവിൽ ഞാൻ തൂത്ത് പറയാം, അതൊക്കെ എടുത്തപ്പോ പുറത്തോട്ട് കളയാൻ തയ്യാറാകുക. നിന്റെ സുഗമമായ യാത്രയ്ക്ക്, സഭയുടെ സുഗമമായ നടത്തിപ്പിന് ചിലതൊക്കെ പുറത്ത് കളയാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിന് അത് വലിയ അനുഗ്രഹമാണ്. വ്യക്തികളോട് ഞാൻ പറയാം, നിന്റെ കഷ്ടത, നിന്റെ ഭാരം, നിന്റെ പ്രയാസം, നിന്റെ ദുഃഖം, നിന്റെ ടെൻഷനുകൾ, ഉപജീവന മാർഗത്തിനെതിരെയുള്ള ചില പണക്കയറ്റങ്ങൾ, സ്തോത്രം, അതുകൊണ്ടൊക്കെ മുന്നേറാമെന്നല്ലാതെ നമ്മൾ ഉഴയുമല്ലേ, ഭാരപ്പെടുമല്ലേ. ഇന്ന് രാത്രി ഒരു ദൂത് ഞാൻ പറയാം, നിനക്കൊരു മുന്നേറ്റമുണ്ട്. ചിലതൊക്കെ ഒന്ന് കളയാൻ തയ്യാറായാൽ, ഇവിടെ കപ്പലിന്റെ സുഗമമായ യാത്രയ്ക്ക് കപ്പലിനകത്തെ ചരക്ക് എടുത്ത് ദൂരോട്ട് കളഞ്ഞു. വിലയുള്ള സാധനങ്ങളായുള്ളത് എല്ലാം വിലയുള്ളതായിട്ട്, കാരണം ചില മാസങ്ങൾ ഓടാനുള്ള എല്ലാത്തിൻ്റെ കുത്തുണ്ട്. കഴിക്കാനുള്ള ഭക്ഷണം മാത്രം വെച്ചിട്ട് വിലപിടിപ്പുള്ള സകല സാധനങ്ങളും എടുത്ത് കപ്പലിന് പുറത്തേക്ക് കളഞ്ഞപ്പോൾ യാത്ര സുഗമമായി. അവിടെ നമ്മൾ വില നോക്കരുത്. വില നോക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ യാത്ര സുഗമമല്ല, കഷ്ടതയായിരിക്കും. നിന്റെ കഷ്ടത മാറണോ, ഭാരം മാറണോ, പ്രയാസം മാറണോ, ഉള്ളിലെ ഭാരം പുറത്തു കളയാൻ തയ്യാറാകുക. ഇതിന് ഉള്ളിലെ ചിന്ത, സകല ചിന്താകുലവും സ്വർഗത്തിന്റെ അപ്പന്റെ കയ്യിലിട്ട് കൊടുക്കാൻ തയ്യാറാകുക. നമ്മുടെ ഭാരം മുഴുവൻ യേശുവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാൻ തയ്യാറാകുക. ഇന്ന് രാത്രി അത് വിടുതലായി മാറും. ഹല്ലേലൂയ, സ്തോത്രം. 3-ാം നാൾ അവർ സ്വന്തം കയ്യാൽ കപ്പലും കോപ്പും കടലിൽ ഇട്ട് കളഞ്ഞു. വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ വല്ലാതെ കൊടുങ്കാറ്റിൽ അടിച്ചുകൊണ്ടിരിക്കുകയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയം ചെയ്തു. നഷ്ടപ്പെട്ടു, അറ്റുപോയി. എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു. ഇന്ന് രാത്രി ശബ്ദ സീമയിൽ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവർ പറയാം, നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും തകർന്നു നിൽക്കാം. പത്രമാധ്യമങ്ങളിലൂടെയും നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ ധാരാളം ആത്മഹത്യകളും ധാരാളം കൊലപാതകങ്ങളും
ഒക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ ആത്മഹത്യ വല്ലാതെ പെരുകി നിൽക്കുക. കാരണം എന്താ? ഒരാശയൊക്കെ നഷ്ടപ്പെട്ടു പോയി. വിശുദ്ധ ബൈബിൾ പറയുന്നു, ആശ നഷ്ടപ്പെട്ടവരെ, സ്വപ്നം തകർന്നവരെയുമാണ് ഞങ്ങൾക്ക് വേണ്ടത്. രാത്രി നിങ്ങളെല്ലാം പ്രതീക്ഷയും അസ്തമിച്ചു പോയി. ഇനി മുൻപോട്ടൊരു ചുവടുവെപ്പില്ലാതെ ഭാരപ്പെടുകയാണോ? നിങ്ങൾ ഓടി ഈ ആലയത്തിലേക്ക് വാ. ഹല്ലേലൂയ, സ്തോത്രം. സ്വർഗം നിങ്ങളെ മാനിക്കാനിടയാകും. ഇവിടെ പൗലോസ് അടുത്ത പദത്തിൽ പറയുന്ന പദം ശ്രദ്ധിച്ചു കേട്ടോണം. സ്തോത്രം. എൻ്റെ ഉടയവന്. ആ പദം എന്നെ ഒത്തിരിയൊക്കെ ഇഷ്ടപ്പെടുന്നു. ആദിമ പിതാക്കന്മാർ, ഞങ്ങളുടെ പിതാക്കന്മാരും മാതാക്കന്മാരും ഉച്ചരിച്ച പദമാണ് എൻ്റെ ഉടയ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ സ്വർഗമേ, എൻ്റെ ഉടയവനെ, എൻ്റെ സകലത്തിന് മതിയായവനായി. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദൂതന്മാർ ഇറങ്ങി വരും. ഇപ്പോഴത്തെ നമ്മളൊക്കെ ഇതൊക്കെ മറന്നുപോയി. പ്രിയരെ, മറന്നു പോകരുത് കേട്ടോ. ഇന്ന് രാത്രി ഞാൻ പറയാം, നമ്മുടെ പ്രാർത്ഥനകളൊന്നും മറന്നു പോകരുത്. നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്തിരുന്നുകൊണ്ട് മുട്ടുകുത്തി ഉറക്കെ പറ, എൻ്റെ ഉടയവനായ കർത്താവേ. ഹല്ലേലൂയ. നിന്റെ പ്രതിസന്ധിക്കകത്ത് കാണുമ്പോൾ നീ ഭാരപ്പെടേണ്ട. എൻ്റെ ഉടയവനായ കർത്താവേ. പ്രതിസന്ധി ഒരു പോലീസ് സ്റ്റേഷനിൽ പോകണ്ട, കോടതിയിലൊന്നും പോകണ്ട. നീ പാപിരിച്ച് പിഴുക്കാൻ മടക്കിയിട്ട് പറ, എൻ്റെ ഉടയവനായ സ്വർഗമേ. എത്ര രാത്രി വിളിക്കാൻ തയ്യാറാകും? ശുശ്രൂഷയ്ക്കകത്ത് മുന്നേറാൻ പറ്റുന്നില്ലേ? എൻ്റെ ഉടയവനെ ആശ്രയിക്ക്. സ്വർഗം നിന്നെ മാനിക്കാനിടയായിത്തീരും. അടുത്ത പത്തിൽ കാണുന്നത് അറിയാമോ? ഞാൻ സേവിച്ചു വരുന്നവരുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്ക വന്നു. എന്നെ ഒരുപാടൊക്കെ ചിന്തിപ്പിച്ച ഭാഗം. പ്രിയരെ, ഏതെങ്കിലും രാത്രി ഈ കർത്താവ് നിങ്ങളുടെ ബെഡ്റൂമിൽ വന്നിട്ടുണ്ടോ? ചിന്തിച്ചോളൂ. പൗലോസ് ചങ്കുറപ്പോടെ, നെഞ്ചുറപ്പോടെ പറയുക, കഴിഞ്ഞ രാത്രി ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ ദൂതൻ, സാക്ഷാൽ എൻ്റെ ദൈവത്തിൻ്റെ ദൂതൻ എൻ്റെ അടുക്കൽ നിന്നു. ഞാൻ കണ്ടു, ഞാൻ സംസാരിച്ചു. എന്താണ് പ്രയാസ? എന്താ പ്രയാസം? മുന്നോട്ട് ഞങ്ങൾക്ക് ജീവിതം കിട്ടുമോ? ഞങ്ങളുടെ ജീവൻ കിട്ടുമോ? ജീവഹാനിയ, ചരക്കെല്ലാം പോയി, ഉള്ളതെല്ലാം തള്ളിക്കളഞ്ഞു. ഇനി ജീവനോടെ അക്കരെ എത്താൻ പറ്റുമോ? റോമിൽ പോകണ പൗലോസിന്റെ ആഗ്രഹം. കൈസരുടെ മുമ്പിൽ നിൽക്കണം എന്ന് പുള്ളിക്ക് വലിയ ആഗ്രഹമാണ്. ഇനി 4 സുവിശേഷങ്ങൾ പുറത്തിറങ്ങാനുണ്ട് പൗലോസിനെ സംബന്ധിച്ചിടത്തോളം. ഇതൊക്കെ തന്റെ മനസ്സിൽ കോർത്തിണക്കി വല്ലാതെ ഭാരപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നമ്മളൊക്കെ ചിലർക്ക് ഭാരപ്പെട്ടിട്ടില്ലേ? നമ്മളൊക്കെ ചിലർക്ക് സ്റ്റക്കായിട്ട് നിന്നിട്ടില്ലേ? എന്ത് ചെയ്യണമെന്ന് അറിയാതെ ചില പ്രതിസന്ധികൾ വരുമ്പോൾ നമുക്ക് മുന്നോട്ട് ആരും ഒരു ആശയം പോലും, നമ്മളെ സമാധാനിക്കാൻ പോലും, സമാധാനം പറയാൻ പോലും ആരും നിൽക്കാത്ത ചിലയിടങ്ങളിൽ നമ്മൾ സ്റ്റക്കായിട്ട്, കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന സാഹചര്യങ്ങളില്ലേ? അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആരും വന്നില്ലേലും, നിന്റെ മച്ചോരോ മച്ചമ്പിയോ വേണ്ടപ്പെട്ടവരോ പ്രിയപ്പെട്ടവരോ വന്നില്ലേലും, ഇന്ന് രാത്രി ഞാൻ ഇറക്കെ പറയുന്നു, സ്വർഗത്തിലെ ദൂതൻ വരും. സ്വർഗത്തിലെ ദൂതൻ വന്ന് നിന്റെ മുന്നോട്ട് സുഖമായ നടത്തപ്പിന് വേണ്ടുന്ന ആശയം പറഞ്ഞു തന്ന് കരം പിടിച്ച വഴി നടത്തുന്ന ഒരു ഉടയവനെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ആരും സഹായിച്ചില്ലെങ്കിലും, ആര് കൈവിട്ടാലും കൈവിടാത്ത സ്വർഗത്തിലെ ദൂതൻ നമ്മുടെ ഉണ്ട്. എത്ര പേര് യാത്രകൾ വിശ്വസിക്കുന്നുണ്ട്? നമ്മളൊക്കെ ഒരുപാട് യാത്ര ചെയ്യുന്നവരല്ലേ? നമ്മുടെ പണത്തിന്റെ മിടുക്ക് കൊണ്ടോ, നമ്മുടെ ബുദ്ധിയുടെ മികവ് കൊണ്ടോ, വൈവിധ്യമാകുന്ന ഡ്രൈവിംഗ് കൊണ്ടോ ഒന്നുമല്ല ഞാനൊരു വീടെത്തിച്ചേരുന്നത്. സ്വർഗത്തിലെ ദൂതൻ മുൻപട പിൻപട നിന്നത് കൊണ്ടാണ്. പല രാത്രികളും നീ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് പോയില്ലേ? ആ കൂടെ നീ പോലും അറിയാതെ അതിന്റെ ദൂതന്മാര് കൂടെ ഉണ്ടായിരുന്നു. വീട്ടിനകത്ത് കയറ്റിവിട്ട് സമാധാനത്തോടെ ആക്കിയത് സ്വർഗത്തിലെ ദൂതന. ആ ദൂതനെ കുറിച്ച് പൗലോസ് പറയുന്ന, കഴിഞ്ഞ രാത്രിയിൽ ദൂതൻ വന്ന് എന്റെ അടുക്കൽ നിന്നു എന്ന്. ഞാൻ വിശ്വസിക്കുന്നു ഈ ആരാധനാലയത്തിനകത്ത് ദൂതന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഷെനായി പാസ്റ്റർ, ഇതൊരു തുടക്കമാണ് കേട്ടോ. ഇതിനകത്ത് അനേകരെ കൊണ്ടുവരും. ഇതിനകത്ത് വിടുതൽ സംഭവിക്കും. ഇതിനകത്ത് അത്ഭുതങ്ങൾ നടക്കും. ഇതിനകത്ത് അടയാളങ്ങൾ നടക്കും. ദൂതേറ്റെടുത്ത് വിടുതൽ പ്രാപിച്ചോ അനേകരെ തേടി എത്തുമെന്ന് ഞാൻ ആത്മാവിൽ പ്രഖ്യാപിക്കുക. അതിനാ ഇവിടെ ഒരു തുടക്കം കുറിച്ച് ഞാൻ പൗലോസിനെ പറ്റി കഴിഞ്ഞ ഒത്തിരി ചിന്തിച്ചു. ഈ പൗലോസിനെ അകത്തിട്ടാലും പ്രശ്നക്കാരനാണ്, പുറത്തിട്ടാലും പ്രശ്നക്കാരനാണ്. എന്താ കാര്യം? അകത്തിട്ടാൽ, കാരാഗ്രഹത്തിലിട്ടാൽ ഈ പുള്ളി ലേഖനം എഴുതും. ശ്രദ്ധിക്കണം. പുറത്ത് വിട്ടാൽ ഈ പുള്ളി സഭ സ്ഥാപിക്കും. സ്തോത്രം.
പുറത്ത് ചുമ്മാ നടന്നാൽ പുള്ളി സുവിശേഷം പറയും. അപ്പൊ ഈ ഭരണാധികാരൻ ആർപ്പാട് കുഴഞ്ഞു. ഇവരെ പുറത്ത് വിട്ടാലും ശരി, അകത്തിട്ടാലും ശരി. അകത്തിട്ടുകൊണ്ട് 4 കാരാഗ്രഹ ലേഖനം വന്നു. എഫെസ്യർക്ക്, ഫിലിപ്പിയർ, കൊലോസ്യർ, ഫിലോമോൻ. 4 ലേഖനം എഴുതുന്നത് ഇവിടെ റോമിലാണ്. 3 വർഷത്തെ വീട്ടു തടവിലുള്ള പുള്ളി എഴുതുന്നേ. അപ്പൊ ഈ 4 ലേഖനം പൗലോസിന് ഉള്ളിൽ കിടക്കുമ്പോൾ ഒരാത്രി ആ കടപ്പുറത്തിനും ഒരു ഈശാനമുടൻ കാറ്റിനും തകർക്കാൻ പറ്റില്ല. കാരണം ദൈവസഭയ്ക്ക് ഈ ലേഖനമില്ലാതെ പുതിയ നിയമസഭയ്ക്ക് യാത്രയില്ല. എഫെസ്യ ലേഖനം വേണ്ടി ലേഖനം കല്യാണം നടത്തുന്നു. അപ്പന്മാരെ, അമ്മമാരെ, പിതാക്കന്മാരെ, മാതാക്കന്മാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദര, ഭാര്യമാരെ കർത്താവിൻ എന്ന പോലെ അല്ലേ, ദൈവത്തിന് പദ്ധതിയുണ്ട് എന്നെ കുറിച്ചും നിന്നെ കുറിച്ചും. അതുകൊണ്ട് ഈ കാറ്റ് കൊണ്ടും ഈശാനുകൂലം കൊടുങ്കാറ്റ് കൊണ്ടൊന്നും നമ്മളെ തകർക്കാൻ പറ്റത്തില്ലെന്ന് കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുന്ന യാത്ര. അങ്ങനെ പടക്ക് മുന്നോട്ട് യാത്ര ചെയ്തു. വേഗം അവസാനിപ്പിക്കാം. പടക് അങ്ങനെ മുന്നോട്ടങ്ങ് യാത്ര ചെയ്തു. ഇത് തകരത്തില്ല, കാരണം ദൂത് കിടപ്പുണ്ട്. ദൂത് എന്താ? നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവര് നിനക്ക് ദാനമാണ്. സ്തോത്രം. രണ്ടാമത്തെ ദൂത്, നീ ഭയപ്പെടരുത്. ഇന്ന് രാത്രി ചിലരോടൊക്കെ ഞാൻ പറയാം, നിന്റെ ഭയപ്പാടൊക്കെ ഒന്ന് മാറിപ്പോകട്ടെ. രാത്രി ചില ഇടങ്ങളിലൊക്കെ നീ ഭയത്തോടെ നിൽക്കാറില്ലേ സഹോദര? സഹോദരൻ, ചില രാത്രിയിലൊക്കെ നീ ഭയത്തോടെ കിടന്നുറങ്ങുന്നത്. ഇന്ന് രാത്രിയിൽ ആത്മാവിൽ, ഞാൻ പ്രവചനാത്മാവിൽ പറയുന്നു, ഇന്ന് രാത്രി നിന്റെ ഭയപ്പാടൊക്കെ മാറിപ്പോകട്ടെ, നിന്റെ പങ്കപ്പാടുകൾ മാറിപ്പോകട്ടെ, നിന്റെ പ്രതിസന്ധികൾ രാത്രി മാറിപ്പോകട്ടെ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ മാറി കർത്താവ് വിടുതൽ നൽകട്ടെ ഈ രാത്രി. പൗലോസിന് പറയാം, നീ ഭയപ്പെടരുത്, നീ കൈസർ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. അങ്ങനെ ഈ കപ്പല് തകർന്നു. പക്ഷേ ഇവർക്കെല്ലാം കർത്താവ് ഒരു വഴി ഒരുക്കി കൊടുത്തു. കിട്ടിയ പലക കഷ്ടങ്ങളിലൊക്കെ ഇവർ നീന്തി മെലിത്ത ദ്വീപിലെത്തി. ദ്വീപിലെത്തിയതിനു ശേഷം ഇവർ അറിയുന്നത് മെലിത്ത ദ്വീപാണെന്ന്. ഈ മെലിത്ത ദ്വീപിന്റെ പ്രത്യേകത എന്താ പറയുക? അവിടെ വസിക്കുന്ന ബർബരന്മാരാണ്. ബൈബിൾ ഭാഷയിൽ ബർബരന്മാർ. അവരെ അതിഥികളെയൊക്കെ സ്വീകരിക്കണം അതിന് വിദഗ്ധരാണ്. 276 പേരെ ഇവർ കൈക്കൊണ്ടു. ഏകദേശം 3 മാസക്കാലത്തോളം അവരുടെ താമസിച്ചു. അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ചില വിരുന്നുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ 1 ദിവസം 2 ദിവസമൊക്കെ നമ്മളെന്ന് വെച്ചാൽ ആദ്യത്തെ ദിവസം ഉപ്പമായിരിക്കും, 2ാം ദിവസം കപ്പയും കന്ന് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഊണ് ചിലപ്പോൾ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ അമ്മമാരൊക്കെ മടുക്കും. പിറ്റേ ദിവസം മെനുവൊക്കെ മാറാൻ തുടങ്ങും. അവസാനം കാന്താരിയിലേക്ക് എത്തും. പക്ഷെ ഇവിടെ 276 പേരെ 3 മാസം പോറ്റിയ ദീപം മെലീത്ത ദീപം. ഭയങ്കര സ്തോത്രം. അവരുടെ അതിഥി സൽക്കാരം ഭയങ്കര. അതിനുശേഷം അവര് ചെന്നിറങ്ങിയത് പിറ്റേ ദിവസം പുള്ളി ഇവരൊക്കെ അവിടുത്തെ ശീതകാലം ഭയങ്കര തണുപ്പാണ്. അതിജീവിക്കാൻ ഭയങ്കര പ്രയാസമാണ്. വേഗം ഞാനൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇവര് തീ കൂട്ടി കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്തുനിന്ന് അണലി വിറകിനകത്ത് ചാടി പൗലോസിനെ ടാർഗറ്റ് ചെയ്ത് പിടിച്ചു. അത്രയും പേരും ഉണ്ടായിട്ടും ആരും പിടിച്ചില്ല. നമ്മളൊരു ടാർഗറ്റാണ് കേട്ടോ. ടാർഗറ്റാണ് നിങ്ങൾ. ശുശ്രൂഷ നിങ്ങൾ ടാർഗറ്റാണ്. പക്ഷെ അതിജീവിക്കാൻ ദൈവം നിങ്ങളെ കൃപ തരും. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, കർത്താവേ എന്റെ കൃപ. 3 വട്ടം പ്രാർത്ഥിച്ചു, ശൂലം മാറിപ്പോയില്ല. 3ാം വട്ടം പൗലോസ് ദർശനത്തിൽ പറഞ്ഞത്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ കൃപ ബലഹീനതയിൽ തികഞ്ഞു. അതിസന്തോഷത്തോടെ സ്വീകരിക്കുക. കൃപയുണ്ടെങ്കിൽ ഏത് അണലി കഴിച്ചാലും. അണലിയൊക്കെ ഒത്തിരി വിസ്തരിച്ച് പറയാനുണ്ട്. ഇപ്പൊ അവർ ചിന്തിച്ചത്, ഇപ്പോൾ പുറകോട്ട് മലക്കം മറിഞ്ഞ് പൗലോസ് അവസാനിക്കും, എഴുന്നേക്കത്തില്ല, രോമധൂപങ്ങളിലൂടെയൊക്കെ ബ്ലഡ് പുറത്തേക്ക് വരും. അണലിന്റെ പ്രത്യേകത 8 അടി പോലും നടക്കത്തില്ല. എഴുന്നേറ്റ് നിവരുന്നതിന് മുമ്പ് തന്നെ പുറകോട്ടം ബോഡി വീർത്ത് മലക്കം മറിഞ്ഞ് ചാകുമെന്നൊക്കെ അവർ ചിന്തിച്ചപ്പോ അഭിഷേകത്തോടെ കരുത്ത് പ്രാപിച്ചവൻ കുടഞ്ഞു കളഞ്ഞ് ചാടി എഴുന്നേറ്റ് അന്യഭാഷയിൽ ആരാധിച്ചു. ഇന്ന് രാത്രി ഞാൻ പറയാം, ചിലതൊക്കെ നീ കുടഞ്ഞു കളയാൻ തയ്യാറായാൽ അഭിഷേകത്തോടെ കരുത്തോടെ അന്യഭാഷയുടെ പ്രാർത്ഥന മുറിക്കകത്ത് നീ നിൽക്കുന്നെങ്കിൽ ചില വിഷയമൊക്കെ നിന്നെ മാറിപ്പോകും. ചില പോരാട്ടം നിന്നെ ഭവനം വിട്ട് മാറിപ്പോകും. ചിലതൊക്കെ ദൈവം തട്ടി ദൂരക്കളയും. നമ്മളെ പ്രയോഗിക്കാൻ നിൽക്കേണ്ട. നീ ആത്മാവിനെ ആരാധിച്ച്, അന്യഭാഷയിൽ ആരാധിച്ച്, ഭൂതം നിനക്ക്
വേണ്ടി ഇറങ്ങി വെട്ടി മാറ്റാനിടയാവും. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കും. ഈ ഒറ്റ ദൂതിൽ പറഞ്ഞ ഞാൻ അവസാനിപ്പിക്കാം. അങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ടു. ഈ മെരീത്ത ഇന്ന് ഏത് ദ്വീപാന്ന് നിങ്ങൾക്കറിയാമോ? കേട്ടിട്ടുണ്ടോ നിങ്ങൾ? മാൾട്ട. സ്തോത്രം. ലോകത്തിലെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രം. ഒരു ദിവസം 7 ആഡംബര കപ്പല മാൾട്ട ചെയ്തത്. ഇപ്പൊ ഇവിടുത്തെ നമ്മുടെ മലയാളികളൊക്കെ ഒരുപാട്, എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഒത്തിരി പേര് മാൾട്ടയിലുണ്ട്. ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രം, നല്ല ഭക്ഷണങ്ങൾ ഒക്കെ. എപ്പോഴും എല്ലാവരും അവിടെ പോകുന്നത്. എന്താ കാരണം? ഒരു ദേവദാസൻ പോയി കാലുകുത്തി അത് സ്വർഗമാക്കി മാറ്റി. ഒരു മെരീത്തയെ മാൾട്ടയാക്കി മാറ്റാമെങ്കിൽ ദൈവമക്കൾ എവിടെ ചെന്നാലും അതൊരു അനുഗ്രഹമാ. ഇവിടെ ആരാധന തുടങ്ങിയിട്ടുണ്ടോ? ദേവദാസന്മാരുടെ പാപം ഇവിടെ ചവിട്ടിയിട്ടുണ്ടോ? ദേശം അനുഗ്രഹിക്കപ്പെടാനിടയാണ്. എന്റെ അവസാന ദൂതിലേക്ക് ഞാൻ വന്നെ വാക്കുകളെ നിർത്താൻ ആഗ്രഹിക്കുന്നു. ആ ദ്വീപിൽ നിന്നൊക്കെ 3 മാസം കഴിഞ്ഞ് സന്തോഷത്തോടെ യാത്ര വിട്ടു. ഇപ്പൊ കൈസന്റെ മുമ്പിൽ നിൽക്കുക. സ്തോത്രം. അതാ എന്റെ ഭാഗം. കൈസന്റെ മുമ്പിൽ കൊണ്ട് നിർത്തി. എന്തിനാ നിർത്തുന്നത്? പൗലോസിനെ തലവെട്ടിക്കളയാൻ. പൗലോസിന് മാത്രമല്ല, ബാക്കിയുള്ള കുറ്റവാളികളൊക്കെ ഉണ്ട്. പക്ഷെ പൗലോസിന്റെ കാര്യം ഞാൻ പറയാം. പൗലോസ് തന്നെ ടാർഗറ്റ് ചെയ്ത് പോയപ്പോ എന്തായാലും പോവല്ലേ, ഇനിയും ഇവിടെ കൊല കയറ കൈസന്റെ ബാക്കിയൊക്കെ കുറെ ഉണ്ട്, അവരുടെ കൂടെ വിട്ടതാ. അത് അവന്മാർക്കും വിടുതലായി. ചില വിടുതലൊക്കെ നമ്മൾ അറിയാതെന്ന് വന്നി നമ്മുടെ കൂടെ നടക്കാനൊക്കെ വിടുവിക്കപ്പെടുമോ? നമ്മൾ വണ്ടിയിലും കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പഴയ പോകുന്നവരൊക്കെ ഒന്ന് വലിച്ചു കയറ്റി 5 മിനിറ്റ് കൊണ്ടൊക്കെ രക്ഷിക്കപ്പെടും. സ്തോത്രം. അപ്പൊ നമ്മളെ കാണുമ്പോൾ പെന്തിക്കോസ്തുകാരെ ഞങ്ങൾ തിരിച്ചറിയുന്നത് നമ്മുടെ സംസാരം കൊണ്ട്, നമ്മുടെ സ്വഭാവം കൊണ്ട് പാസ്വാദങ്ങൾ തിരിച്ചറിയുന്നത് അവർക്കറിയാം. നമ്മളെ കാണും. നമ്മളെ ശ്രദ്ധിച്ചൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, സമൂഹമുണ്ട്. സ്തോത്രം. ഇവിടെ ഇതാ പൗലോസിനെ കൊണ്ട് നിർത്തി കൊട്ടാരത്തിൽ. സ്തോത്രം. കുറ്റം തിരിക്കാൻ കൈസർ മുമ്പിൽ കൊണ്ട് നിർത്തി. എല്ലാവരും അണിനിരന്നു. സ്തോത്രം. എന്താ വിഷയം? സബ്ജക്റ്റ്. ശതാധിപൻ മുന്നോട്ട് വന്നു. ശതാധിപനും അവിടുന്ന് തെരഞ്ഞെടുക്കപ്പെട്ട സാറുമാരൊക്കെ മുന്നേ വന്നു. ഇതാണ് പൗലോസ്. കൈസർ, ഇതാണ് പൗലോസ്. കൊള്ളാമല്ലോ. ഓക്കെ. എന്താണ് ഇവന് മേലുള്ള കുറ്റം? സുവിശേഷം പറയുക. നമ്മുടെ യഹൂദമതത്തെ മറിച്ചു കളയുകയാണ്. എവിടെ തെളിവെവിടെ? ഞങ്ങൾ അവിടുന്ന് കൊലക്കുറ്റം പറയും. ഇവിടെ നീ പാസ്സാക്കിയാൽ മതി, വെട്ടിക്കളയാ. അവർ കൈസർ ചോദിച്ചു, എവിടെ എവിഡൻസ്? സ്തോത്രം. അപ്പൊ ഇവര് പറഞ്ഞ മറുപടി എന്നറിയോ? എവിഡൻസ് ഇല്ല. എവിഡൻസ് ഇല്ലാതെ കുറ്റം പിരിക്കാൻ പറ്റത്തില്ലല്ലോ. എവിഡൻസ് എവിടെ പോയി? ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ ഈശാനം പോലെ കാറ്റടിച്ചു. കപ്പലിന്റെ യാത്ര മുന്നോട്ട് പോകണമെങ്കിൽ ചരക്കുകൾ എടുത്ത് ദൂരെ കളയണമായിരുന്നു. എവിഡൻസ് അടങ്ങുന്ന പെട്ടി അടക്കം സ്വർഗമെടുത്ത് കടലിനടി തട്ടിയിട്ട്, ഈ ദൂത് നിങ്ങൾ ഏറ്റെടുത്തേ. നിന്നെ തകർക്കാൻ വേണ്ടി ശത്രു നിനക്ക് വേണ്ടി എവിഡൻസ് തയ്യാറാക്കിയാൽ അത് തകർത്ത് കളഞ്ഞ് നിന്റെ ദേശത്ത് നിർത്തുന്ന സ്വർഗമാണ്. ഇന്ന് രാത്രി നിങ്ങൾക്ക് വ്യാപരിക്കുന്നുണ്ട്. നിന്റെ എവിഡൻസ് ഒന്നും ഞങ്ങളെ തകർക്കാൻ പറ്റത്തില്ല. തലവെട്ടി മാറ്റാണ്ട് എവിഡൻസ് ചോദിച്ചപ്പോ അതിന് മുമ്പ് സ്വർഗം ഈശാനെ കൂടെ കാറ്റടിച്ച എവിഡൻസ് കൂടെ കളഞ്ഞ് നിവർത്തി നിർത്തി. അപ്പൊ പറഞ്ഞ് തലവെട്ടാൻ പറ്റുന്നില്ല. 3 വർഷം വീട്ടിൽ നടക്കരുത്. വീട്ടിൽ തടങ്ങി കൊണ്ടിട്ടു. അവിടെ നിന്നാണ് 4 ലേഖനം പുറത്തു വന്നേ. എഫെസ്യ ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലിപ്പ്യ ലേഖനം, ഫിലോമോൻ. പ്രിയരെ, ഇന്ന് രാത്രിയിൽ സ്തോത്രം, നമ്മൾക്കൊക്കെ ചില പരിധി ഉണ്ടെങ്കിലും ആ പരിധിക്കകത്ത് സ്വർഗത്തെ ഉയർത്തിയാൽ നന്മയുടെ പടി നിന്റെ വീട്ടിൽ ചവിട്ടി വീഴും. എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ഞാൻ ഉറക്കെ പറയുന്നു, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്ന ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്ക നിന്നു. ഭയപ്പെടരുത്. നീ കൈസയുടെ മുമ്പിൽ നിൽക്കേണ്ടത്. അല്പസമയാധനങ്ങളും തുറന്ന് കരപടിച്ച് കർത്താവിന്റെ മഹത്വം കൊടുത്തേ. ഈ വചനം ഹൃദയത്തിൽ തുടിക്കട്ടെ.
ഈ വചനം ഈ ആലയത്തിൽ വസിക്കട്ടെ. ഈ വചനം ഉപജീവന മാർഗത്തിനകത്ത് അനുഗ്രഹമായി മാറട്ടെ. ആത്മിക മണ്ഡലത്തിൽ അനുഗ്രഹം മാറട്ടെ. ഭൗതിക മണ്ഡലത്തിനകത്ത് അനുഗ്രഹം മാറട്ടെ. ഉയർച്ച തടയുന്ന എന്റെ അന്ധകാരത്തിന്റെ പേരുകളെയും ഈ രാത്രി ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരുമിച്ച് ശാസിക്കുന്നു. ജനത്തെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില വീടുകൾ സംഭവിക്കട്ടെ. കൂടാരത്തിനകത്ത് ദൂതന്മാർ ഇറങ്ങട്ടെ. നിന്റെ വാഹനത്തിന് മുമ്പിമായി സ്വർഗത്തിലെ ദൂതന്മാർ ഇറങ്ങട്ടെ. അല്പസമയം കരമടിച്ച് 1-2 പേരുകളെങ്കിലും ഭാരപ്പെടണ്ട, ഭയപ്പെടണ്ട. നിന്റെ നൽകിയ അഭിഷേകമുണ്ടല്ലോ. രാത്രി പുറത്തു വേണ്ടേ നാമത്തിൽ ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം. അല്പസമയം നമ്മൾ പാടി ദൈവത്തെ ആരാധിക്കുവാൻ പോകുകയാണ്. അഗ്നി നിന്റെ ദഹിപ്പിക്കില്ല, അതിന്റെ കവിയുകില്ല. അഗ്നിയാതി നാളാമണ്ട ആഴിനെ നടക്കുന്ന അഗ്നിയില്ലേ കവിയുകല്ല. അഗ്നിയാതി നാളാമണ്ട സ്ഥാനത്തിരിക്കാം. ഒരു നിമിഷം കൂടി നമുക്ക് എല്ലാവർക്കും കണ്ണുകളടയ്ക്കാം. കർത്താവിന്റെ പാദപീഠങ്ങളിൽ ഈ പ്രാരംഭ രാത്രികാലം അനുഗ്രഹിക്കപ്പെടുന്ന സന്ദേശം സർവശക്തനായ ദൈവം നമ്മളോട് സംസാരിക്കാനിടയായിരിക്കുകയാണ്. ദേശം വിടുവിക്കപ്പെടേണ്ടതിന് വേണ്ടി അനേകം പ്രിയപ്പെട്ടവര് കർത്താവിനെ കണ്ടെത്തേണ്ടതിന് വേണ്ടി രോഗികൾ സൗഖ്യമാകുവാൻ, പാപികൾ മാനസാന്തരപ്പെടുവാൻ, ദേശം അനുഗ്രഹം പ്രാപിപ്പാൻ, വിടുതൽ പ്രാപിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തുറന്നായിരിക്കുന്നതായ ദിനങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത്ഭുതം ചെയ്യേണ്ടതിന് വേണ്ടി ദൈവകരങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടെ ആയിരിക്കാം. അനുഗ്രഹിക്കപ്പെട്ടതായ നിലകൾ ദൈവം ശുശ്രൂഷായിരിക്കുന്ന ദൈവത്തിന്റെ വിശുദ്ധന്മാരെ ദൈവകരങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് നമ്മൾ എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ച ആശീർവാദം പറയുന്നതായിരിക്കും. എല്ലാവരും കണ്ണുകളടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഇതൊരു ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട് പാടുവാനും പ്രാർത്ഥിക്കുവാനും ദൈവവചനങ്ങളെ കേൾക്കുവാനും
സ്വർഗത്തിലെ മഹാദൈവം നൽകി തന്ന നല്ല അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാമല്ലോ. കാരാഗ്രഹത്തിൽ നിന്ന് വിടുതൽ കൊടുക്കുന്ന ദൈവം ഇന്ന് രാത്രി നമ്മോട് ഹൃദ്യമായി സംസാരിച്ചു. ജീവിതത്തിന് നേരെ കൊടുങ്കാറ്റാഞ്ഞടിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതനെ ദൈവം അയച്ചെങ്കിൽ ഇന്ന് രാത്രി നാം സേവിക്കുന്നവനും നമ്മുടെ ഉടയവനുമായ കർത്താവിന്റെ ദൂതൻ ഇന്ന് രാത്രി നമ്മോട് ഹൃദ്യമായി സംസാരിച്ചിട്ടുണ്ട്. ഏത് വേദനയിലായിരിക്കുന്നവര് ഇന്ന് രാത്രി വിടുതൽ പ്രാപിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ ആമേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമേ കൽപ്പിച്ച ദൂത ഓർത്തുകൊണ്ട് നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. ഒരു വലിയ വിടുതല ആമേ ഈ ആലയത്തിൽ നടക്കേണ്ട ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആളുകളുടെ പെരുപ്പത്തിലല്ല വിടുതൽ ഇരിക്കുന്നത്. ദൈവവിധേ നിനക്കൊരു വിടുതലിന്റെ സമയമാണ്. സുവിശേഷം കേൾക്കുന്ന നിനക്കൊരു വിടുതലിന്റെ സമയമാണ്. ആമേൻ. ഇത് ആമേ ദൈവത്താൽ ആരംഭിച്ചിരിക്കുന്ന പ്രവർത്തനം നിന്റെ ഭവനത്തിന് രൂപാന്തരം വരുത്തുന്ന രാത്രിയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അങ്ങയുടെ പുത്രൻ ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിനെ ഇന്ന് രാത്രിയിൽ ഉയർത്തുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദം തോന്നിയത് ഓർത്തുകൊണ്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ. ഈ അമ്മയുടെ പ്രവർത്തനത്തെ ഇത്രത്തോളം ദൈവം അനുഗ്രഹിച്ചത് കൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. എന്റെ ഡയറക്ടർക്കായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. എന്റെ പ്രവർത്തകരായിരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാരെ, ടീം അംഗങ്ങളെയും ആമേ സംഘ ശുശ്രൂഷ ചെയ്യുന്ന അങ്ങയുടെ വിലപ്പെട്ട മക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുന്നതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്ന് രാത്രി ഇവിടെ ആരംഭിച്ചിരിക്കുന്ന ആമേ സന്ധ്യാരാധന വലിയ വിടുതലിന് കാരണമാക്കി തീർത്തത് കൊണ്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്ത കർത്താവിന്റെ ദാസനായി സ്തോത്രം. വചനം ശുശ്രൂഷിച്ച അങ്ങയുടെ വിലപ്പെട്ട ദൈവദാസനായി സ്തോത്രം. കേൾവിക്കാരായ എല്ലാ പ്രിയപ്പെട്ടവരോട് ദൈവത്തിന്റെ ആത്മാവ് കൃത്യമായി സംസാരിച്ചത് ഓർത്തുകൊണ്ട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നതുപോലെ അല്ല, ഇരട്ടി ദൈവശക്തിയോടെ, ദൈവകൃപയോടെ, രോഗസൗഖ്യത്തോടെ, സമാധാനത്തോടെ ഇന്ന് രാത്രി ഞങ്ങളെ അയക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ഞായറാഴ്ച നടക്കുന്ന കൂട്ടായ്മ വളരെ അനുഗ്രഹമായി തീരുവാൻ അനുഗ്രഹത്തോടെ ഞങ്ങളെ പറഞ്ഞേക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാചന കർത്താവ് കേൾപ്പിക്കാൻ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് ദൈവമൂലം കേട്ട് ഉത്തരമരണമേ ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല പിതാവേ. ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാം അടിയാൻ യഹോവയെ, മനസ്സലി ഉടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേൻ. മനസ്സലി ഉടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വാസം ഇത് വഴി നടത്തുന്ന പരിശുദ്ധ ആത്മാവിന്റെ നിരന്തരമായ കൂട്ടായ്മയും സഹവാസവും ഓർത്ത് പ്രാർത്ഥിച്ച സമസ്ത കാര്യങ്ങളുടെ മേലും പിരിഞ്ഞു പോകുന്ന ദൈവമക്കളുടെ മേലും ഈ ആരാധന സ്ഥലത്തോടും കൂടെ കർത്താവിന്റെ മടങ്ങി വരൂരെ കാലാവസാനത്തോളം എല്ലാ നാളും എന്നപ്പോഴും കൂടെ ഇരിക്കുമാറാകണമേ. ആമേൻ. അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാടിന് സ്തോത്രം ചെയ്താടെ. ഹല്ലേലൂയ പറഞ്ഞാടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ആമേൻ. കടന്നു പോകുവിൻ എല്ലാവരെയും ദൈവം അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. സമർപ്പിച്ച ഹല്ലേലൂയ. 저도